അത് അവര് തമ്മിലൊന്ന് സംസാരിച്ചത് അറിയുമല്ലോ. ഞാനത് നടത്തപ്പെടുത്തി തന്നെ ഞാൻ ഇല്ലെങ്കിൽ നിന്നെ കൊല്ലി ഞാൻ അത്രേ ഉള്ളൂ. നവീൻ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസർക്ക് കൈമാറാൻ പാർട്ട്നർ സിനിമയുടെ പ്രസ് മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ആദ്യ സിനിമയാണ്. എൻ്റെ പേര് നവീൻ ജോൺ. ഇത് കാസർഗോഡ് മുഴുവനായും ചിത്രീകരിച്ച ഒരു സിനിമയാണ്. അപ്പോൾ എന്താ പറയുക, പ്രൊഡ്യൂസർ കൊടുക്കും. നമസ്കാരം, എൻ്റെ പേര് ദിനേഷ്. കൊല്ലപ്പള്ളി ഫിലിംസിൻ്റെ ബാനറിൽ നവീൻ ജോൺ സംവിധാനം ചെയ്യുന്ന പാർട്ട്നേഴ്സ് എന്ന ഫിലിം. എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡിനെ വളരെ മനോഹരമായി ഒപ്പിയെടുത്തിരിക്കുന്ന ഒരു പറ്റം നല്ല ആർട്ടിസ്റ്റുകൾ, നല്ല ടെക്നീഷ്യന്മാരെല്ലാം കൂടെ എന്താ പറയുന്നത് ഏറ്റവും നന്നായി വന്നിരിക്കുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. സഞ്ജു വിമാന പാർട്ട്നേഴ്സ് എന്ന സിനിമ നമ്മൾ റിലീസാവാണ്. നവീൻ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസർക്ക് കൈമാറാമെന്ന് പറയാനില്ല. അപ്പൊ നേരത്തെ ഇങ്ങനെ പ്രൊഡ്യൂസർ സംസാരിക്കുമെന്ന് പറഞ്ഞ പോലെ പണ്ടുപോലെ കഥ പറഞ്ഞിട്ട് നവീൻ പറഞ്ഞാണ് ബാക്കി കാര്യങ്ങൾ പ്രൊഡ്യൂസർ സംസാരിക്കും. പിന്നീട് ഞങ്ങൾ ഞെട്ടലോടെയാണ് പ്രൊഡ്യൂസർ പറഞ്ഞ വാക്കുകൾ കേട്ടത്. ശമ്പളം പറഞ്ഞപ്പോഴും സത്യമായിട്ട് പറയുന്നത്. പക്ഷെ അത് നമ്മള് വളരെ മനോഹരമായിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തു. കൊല്ലപ്പള്ളി ബാക്കി പറയിപ്പിക്കില്ല. അപ്പോ നമ്മളത് വളരെ രസകരമായി ഷൂട്ട് ചെയ്തു. ഈ ഷൂട്ടിംഗ് വേളയിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന അത്ഭുത പ്രതിഭയെ എനിക്ക് പരിചയപ്പെടാൻ ഒരുപാട് അങ്ങനെ അവിടെ വെച്ചാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന തുറന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടിയത്. ഈ ധ്യാൻ ചേട്ടന്റെ സ്റ്റോറി ആദ്യമായിട്ട് നേരിട്ട് കാണുക തീർക്കുകയൊക്കെ ചെയ്ത ആള് ചേട്ടനാണെന്ന് പറയുകയുണ്ടായി. അപ്പൊ അതിലൂടെ എന്തൊക്കെയാ മനസ്സിലാക്കിയത്? കഥ പറച്ചിലാണോ അതോ കഥകളുടെ പുതുമയാണോ? വളരെ ജെനുവിനാന്ന് തോന്നി. ഇപ്പൊ ഞാനും സഞ്ജു ഒക്കെ പാർട്ട്നേഴ്സ് എന്നുള്ള സിനിമ ഷൂട്ടിൽ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. പക്ഷെ നമുക്ക് എത്രയോ വർഷങ്ങൾ പരിചയമുള്ള ഒരാളെ പോലെ നമ്മളെന്തോ ചെറുപ്പത്തിലെ കൂട്ടുകാരാണെന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾക്ക് പെരുമാറിയ ഒരു സ്റ്റാർ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന പോലെയായിരുന്നു. പിന്നെ കുറെ കഥകൾ പറഞ്ഞ് ആ കഥകളാണ് പിന്നീട് ഞങ്ങൾ ഇന്റർവ്യൂവിൽ കാണുന്നത്. അപ്പോൾ അതിൽ വളരെ സത്യസന്ധത ഉണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും ആ വർഷം എനിക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ടതായി ഞാൻ കാണുന്ന ഇപ്പോഴും കൊണ്ടുനടക്കുന്ന നല്ല സൗഹൃദമാണ് ധ്യാൻ്റെ. അപ്പോൾ സാധാരണ പോലെയല്ല, നമ്മൾ കുറച്ച് ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഈ ഇന്റർ കണക്ഷനും ഡ്രാമയൊക്കെ ഓർത്ത് വെക്കേണ്ടതുണ്ടല്ലോ. ഇത്രയധികം കമ്മിറ്റ്മെന്റ്സിന്റെ ഇടയിൽ പാർട്ട്നേഴ്സിന്റെ കഥ മാത്രം ഓർത്ത് വെക്കാൻ എന്തെങ്കിലും അത്രയും കഥകളൊന്നും ഓർത്ത് വെച്ചിട്ടില്ല. അല്ല, ഇത് കൂടുതൽ പറയാൻ ഞാൻ എന്തൊക്കെ പറയാമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ എന്നോടൊന്നും പറയാതെന്നാ പറഞ്ഞത്. അല്ല, ഈ ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇഷ്ടമാണ്. ചെറിയൊരു ക്രൈം ത്രില്ലറല്ല, മർഡർ മിസ്റ്ററി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര മൾട്ടി ലെയർഡാ. പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, എന്താ പറയല്ലേ, ഭയങ്കര കണ്ണൂർ സ്കോഡിന്റെ റൈറ്റർ ബാക്കി പറയും. അല്ലെ, എനിക്ക് ഞാൻ ചേട്ടൻ പറയും. ഇത് ഒരു ഗ്രാമത്തില് ബാങ്കില് ജോലിക്കെത്തുന്ന 5 പേരുടെ കഥയാണ്. അവര് ആ ഗ്രാമത്തിലെത്തുകയും ഒരു ക്രൈമിൽ പെട്ടുപോയി അതിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടുകയോ ആണോ അല്ല എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ മൊത്തത്തിലൊരു കഥ. പക്ഷെ ഇത് കഥ പറയുന്നത് നോൺ ലീനിയർ പാറ്റേണിലാണ്. അത് ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഷാജൻ ചേട്ടനാണ് ഒരു ഫൈനാൻഷ്യൽ ക്രൈം ഡിവിഷനിലെ ഒരു ഉദ്യോഗസ്ഥനായ ഷാജൻ ചേട്ടൻ്റെ ക്യാരക്ടർ ഈ കേസ് അന്വേഷിക്കുന്നതും അത് കുറേശ്ശായിരിക്കും ഇതിൻ്റെ കഥ വരുന്നത്.
ഒരു സീക്രട്ട് ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഈ തരത്തിലുള്ളൊരു ജോണർ വന്നിട്ടില്ല. ഇത് ഹൈസ്റ്റ് ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു എന്താ പറയുക, ഈ തരത്തിൽ ഒരു ത്രില്ലർ സിനിമകളും ഇപ്പോൾ നിങ്ങൾ മണി ഹേസ്റ്റ് അങ്ങനെയുള്ള കുറേ സിനിമകൾ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്ന പോലത്തുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ അതുപോലത്തെ ഒരു ജോണർ സിനിമയാണെന്ന് പറയാം. ഈ കൊലപാതകം ഫൈനാൻഷ്യൽ ക്രൈം അന്വേഷിക്കാൻ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഞാനിപ്പോഴത് കേൾക്കുന്നത് കൊള്ളാം. പോലീസ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അന്വേഷണം തന്നെയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള അന്വേഷണമാണ്. ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഈ പാർട്ട്നേഴ്സിൻ്റെ ഈ ഇതൊന്നുമല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ പ്രസ് മീറ്റിനല്ല. കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും. ഈ സിനിമയിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂവിൽ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ധ്യാൻ അപ്പൊ എന്താണ് പറയുന്നത്, എന്താണ് പരിപാടികൾ? ഇപ്പൊ 2-3 സിനിമയായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സിനിമയെ കുറിച്ച്, സിനിമ എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കുറച്ചുകൂടെ പറഞ്ഞില്ലേ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത്, ഒന്നും പറയാൻ ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയുന്നത്. അപ്പോ ഇവിടെ എന്താണ് ധ്യാൻ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ധ്യാനിന്റെ ബിഹേവിയർ നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത്? അപ്പൊ അങ്ങനെ ധ്യാൻ്റെ ഒപ്പം വരുന്ന ധ്യാന്റെ തമാശകളെ കുറച്ച് എന്താണ്, ഞാനൊരു 25 വർഷമായ സിനിമയിൽ വന്നിട്ട് നമ്മൾ ചില ആളുകൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും. അതൊരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കും അത് കയറുന്നത്. അത് അങ്ങനത്തെ ഒരാളാണ് ധ്യാൻ. ഞാൻ ധ്യാൻ്റെ കൂടെ ആദ്യത്തെ ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. കുറേ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോ ഒന്ന് ധ്യാനിലുണ്ട്. അതാണ് മലയാളികൾ ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും ധ്യാൻ്റെ ഒരു സിനിമ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ധ്യാൻ്റെ ഒരു ഇന്റർവ്യൂവിലും കൂടെ പങ്കെടുക്കാനും ഭാഗ്യം കിട്ടി. ഇനി ബാക്കിയോട് എന്തായാലും കാണണം. ഇതൊക്കെയാണ് എൻ്റെ ക്യാരക്ടർ. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹം, നമ്മുടെ ഡയറക്ടർ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ കൊല്ലപ്പള്ളിയെ കുറിച്ചാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ അദ്ദേഹത്തിന്റെ ഷൂയിലേക്ക് ഒന്ന് സൂം ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കൊല്ലപ്പള്ളി ഈ ഷൂ മേടിച്ചത്? എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരു ഷൂ മേടിച്ചത് ഒരു ഇന്റർവ്യൂവിൽ കഴിഞ്ഞിടയ്ക്ക് ഇട്ടിരുന്നത് ഭയങ്കര വൈറലായി. അപ്പൊ ഇന്ന് എങ്ങാനും ധ്യാന്റെ കൗണ്ടർ ഏറ്റില്ലെങ്കിൽ ഈ ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടോണ്ട് വന്ന ഷൂ ആണ്. ഇനി ഈ ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത്. ഈ സിനിമയും ഈ ഷൂവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് ബാങ്ക് ജീവനക്കാരിൽ ഒരു കഥാപാത്രം പുള്ളിയാണ്. പുള്ളിയുടെ കഥാപാത്രത്തിന്റെ പേര് ചാക്കോ. ഇറങ്ങിയെന്ന് എനിക്കറിയില്ല, പിന്നെ നമുക്ക് തീരുമാനിക്കാം. ഇത്തരം പ്രഷറുകളൊക്കെ ഭയങ്കരമാകുന്നുണ്ട്. ഒരു സൈഡിൽ ഭീകരാക്കാൻ വേണ്ടി സിനിമയെ കുറിച്ചല്ലോ പറഞ്ഞത്. ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പ്രഷർ ഉണ്ട്. സിനിമ റിലീസിനെ കുറിച്ച് പ്രഷർ ഇല്ല. ഇന്ന് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ട്. സ്വർഗത്തിലെ ഘട്ടം ഇറങ്ങി ഇനിയിപ്പോ പറഞ്ഞ സമയം തോന്നുന്ന ധ്യാൻചേട്ടന്റെ സിനിമകൾ ഇങ്ങനെ ഈ മാസം ധ്യാൻചേട്ടനുള്ളതാണെന്ന് തോന്നുന്നു. അത് ഇനി വർഷങ്ങളുണ്ട്. ഞങ്ങളുടെ ഈ ധ്യാൻചേട്ടന്റെ സുപ്രസിദ്ധമായിട്ടുള്ള സംസാരത്തില് ഉപയോഗിക്കുന്ന ഈ കൗണ്ടറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എപ്പോഴെങ്കിലും ഈ
തിരിച്ച് ഓൺ റോഡുകളിലേക്കൊക്കെ പോയാൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരുപാടുണ്ട്. ധ്യാന്റെ 1-2 കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ധ്യാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകളുണ്ടെന്ന് അറിയാമോ എന്നോട് ഞാൻ ചോദിച്ചു. ധ്യാൻ പറയുന്ന ഒരു കഥയിൽ നമുക്കൊരു 3 സിനിമയ്ക്കുള്ള ക്ലൂകളുണ്ടാവും. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് എത്ര സിനിമയാണെന്ന് അറിയാൻ പറ്റും. ഇതെല്ലാം കൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ കുറേ പരിപാടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റ്. ധ്യാന്റെ കഥ കേട്ടാൽ തന്നെ കുറേ സിനിമകൾക്കുള്ള പരിപാടികൾ അതിനകത്തുണ്ട്. അത് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പം നമുക്കത് ഒരുപാട് തമാശ ഫീൽ ചെയ്യും. അത് അതിൻ്റെതായ രീതിയിൽ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മളത് എൻജോയ് ചെയ്യുന്നുള്ളത്. അപ്പം അദ്ദേഹം അന്ന് കാണിച്ചതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ, അത് നമ്മൾ ചിരിയോടുകൂടിയാണ്. പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനോടൊരു ദേഷ്യമോ ഒന്നും തോന്നില്ല. അപ്പം അങ്ങനെ കുറേ കഥകളുണ്ട്. തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ അത് ഉപയോഗിക്കും. കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ, നമുക്കറിയാം. ഈ അയ്യരൻ ദുബായ് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷന് മുകേഷ് ഏട്ടൻ പറയണ്ടായി. ലൊക്കേഷനിൽ ധ്യാൻ പല കഥകളും പറയും. അപ്പൊ മുകേഷ് ഏട്ടൻ ഓർക്കും, ചേട്ടാ ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരനല്ലേ, എന്നോട് ഇതൊക്കെ പറയാൻ കൊള്ളാവോ എന്ന് ഓർക്കും പറയും. അപ്പൊ അതുപോലത്തെ രസകരമായിട്ടുള്ള എന്തെങ്കിലും കഥകളൊക്കെ അത്തരം കഥകളും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അല്ലെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേറൊരു ടൈപ്പ് സിനിമയായിട്ട് ഇറക്കുന്നതായിരിക്കും. ഈ പാർട്ട്നേഴ്സ് എന്നുള്ളൊരു പേരും ഇപ്പൊ താങ്കൾ തന്നെ പറയണ്ടായി. കുറച്ച് 3-4 പേര് പല സാഹചര്യങ്ങളിൽ ബാങ്കിൽ ജോലിക്ക് വരുന്നു. അപ്പൊ ഇത് ബോധപൂർവമായി പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇവരെല്ലാം ഒരു ഗ്യാങ് ആയിരിക്കും, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പേരാണോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളും ഒളിപ്പിച്ചൊരു സിനിമയായിരിക്കും പാർട്ട്നേഴ്സ്. കാരണം എന്ന് പറയുന്നത് ഓൺലി ഇൻ ക്രൈം എന്ന് പറയുന്നത് അവരൊരു പാർട്ട്നേഴ്സ് ആവാൻ കാരണം ഒരു ക്രൈമാണ്. അവര് ജീവിതത്തിലെ മുമ്പ് പരിചയമില്ലാത്ത ജീവിതത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരു ക്രൈമിന്റെ പേരിൽ ഒരുമിച്ചാവുകയും പിന്നീട് അവരെ ഒരുമിച്ച് പിന്നീടുള്ള ജീവിതം ആവുന്നതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. ജ്യേഷ്ഠന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ ധ്യാൻ ചേട്ടന്റെ. അപ്പോൾ ഇവരാ ഒരുമിച്ച് അപ്പൊ ഇവർ രണ്ടുപേരുള്ള സാമ്യതകൾ എന്താണ്? രണ്ടുപേരും ഒരാൾ പറയുന്നതിൽ കഥകളിൽ ഒരു അമ്മയുണ്ട്, രണ്ടാൾ പറയുന്നതിൽ ഒരു ഹാസ്യമുണ്ട്. ക്യാരക്ടറിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളൊക്കെ എന്താണ്? ഞാൻ ധ്യാനിന്റെ ഒപ്പം ഇത് 3ാമത്തെ സിനിമയാണ്. ഈ 3 സിനിമകളിൽ ഞങ്ങൾ കുറേ ഏറെ സമയം സംസാരിക്കാനായിട്ട് കിട്ടി. അപ്പോൾ ഷാജു പറഞ്ഞതൊക്കെ പോലെ തന്നെ ഞങ്ങൾ ഈ ജീവിതാനുഭവ കഥകൾ കൂടാതെ പല എൻ്റെ മനസ്സിലുള്ള പ്ലാനുള്ള പല സ്ക്രിപ്റ്റുകൾ ഞാൻ കേട്ടു. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് നിറയെ ഒത്തിരി കഥകളും പൊതുവേ നമ്മൾ പലപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ ഓർത്തു വയ്ക്കാത്തത് പോലെ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുകയും അത് വേണ്ട ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാൽപ്പനികയൊക്കെ ചെയ്ത് പറയുന്ന ഒരാളാണ്. വിനീതും അങ്ങനെ തന്നെയാണ്. വിനീതും കഥ പറയുമ്പോൾ വിനീതിൻ്റെ കൂടി പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് മുമ്പ് മറ്റു പല സിനിമകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കഥ പറഞ്ഞിട്ട് രണ്ടുപേർക്കും 2 ശൈലിയുണ്ട്, 2 രീതിയുണ്ട്. ഞാൻ ഒരു കഥ പറഞ്ഞാൽ അത് ചിലപ്പോൾ പകുതി നിർത്തിയിട്ട് അടുത്ത കഥ പറയും. വിനീത് അങ്ങനെയല്ല. ഒരു പരിപാടി പറഞ്ഞാൽ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചിട്ടേ പറയും. ഞാൻ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഇങ്ങോട്ടേ ഇടനിലക്കാരൻ റോളുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. മിഡിൽമാൻ പരിപാടി പാർട്ട്നേഴ്സിൽ ആ വിധത്തിലുള്ള ഒരു അത് പറയാനുള്ളതില്ല. എന്നാലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എന്നെ പോലൊരു നടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പലപ്പോഴും എഴുത്തുകാരും സംവിധായകരും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ആയാൽ ശ്രീകാന്തിനോട് ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം ചെയ്യണം. ഇപ്പം പകുതി ജോലി അവർ ചെയ്തു കഴിഞ്ഞു, നമ്മൾ പിന്നെ പോയിട്ട് അത് പെർഫോം ചെയ്യേണ്ടത് വരുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലുള്ള മുൻപുള്ള അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ അത് ആവാം, വക്കീലാണെങ്കിൽ ആവാം. എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് വക്കീൽ വേഷമാണല്ലോ കൂടുതൽ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്,
അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വ്യത്യാസമായിട്ട് ഈ പറയുന്ന വക്കീൽ ആ വക്കീലിൽ നിന്നും ഈ വക്കീലിന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. അപ്പൊ ഇതില് പോലീസാണ്, ഞാൻ പോസ്റ്ററുകളൊക്കെ കണ്ടതുകൊണ്ട് പറയും ഇതിൽ പോലീസാണ്. എൻ്റെ ഒരു 14-15 പോലീസ് പോയി. അപ്പോൾ ഞാൻ ആ നിലയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റൈറ്റർ ഡയറക്ടർ ഈ സിനിമയുടെ കോറൈറ്റേഴ്സ് ആയിട്ടുള്ള ഹരിപ്രസാദും പ്രശാന്ത് കൊടുത്തുണ്ട്. ഞാൻ തിരിച്ചതല്ല നവീൻ്റെ കൂടെ അവരോട് ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവർ നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരുന്ന പോലെ ചെയ്യാമെന്നുള്ളതായിരുന്നു പരിപാടി. അവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് പക്ഷേ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരുപക്ഷെ പലർക്കും റിലീസ് ആവാതിരിക്കുകയും അല്ലെങ്കിൽ കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഉത്തരവാദിത്വം അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു ചലഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവസരങ്ങൾ ആണ് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഞാനിപ്പോൾ അവസരങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇടനിലക്കാരനായി കണ്ടെങ്കിൽ അത് എൻ്റെ തീരുമാനമായിരുന്നില്ല. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയട്ടെ, ഇത് കാസർഗോഡ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. നവീൻ കാസർഗോഡുകാരനാണ്. മലയാള സിനിമയിലേക്ക് കാസർഗോഡുകാരും കാസർഗോഡ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നിറയെ കാസർഗോഡുകാരും മുമ്പും സിനിമ ഇപ്പൊ വൈശാഖും അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രശാന്ത് കാസർഗോഡുകാരനാണ്. അപ്പൊ അങ്ങനെ പക്ഷേ ഈ സിനിമയിൽ കാസർഗോഡ് ഇല്ല, ഒരു ഇടം എന്നുണ്ട്. ഈ സിനിമയിലുള്ളത് ഒരു ഹേസ് ത്രില്ലർ നൽകി ആ ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. പിന്നെ ഈ മധുസൂദന റാവു എന്ന കന്നഡത്തിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ലാലേട്ടനെ കൂടുതൽ ഓപ്പോസിറ്റ് അഭിനയിച്ചിട്ടുള്ള ഹിന്ദിയിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള വലിയൊരു നടൻ കൂടിയുണ്ട്. അദ്ദേഹത്തിന് ചില പ്രത്യേക സാഹചര്യത്തിൽ വരാൻ പറ്റാത്തതാണ്. അദ്ദേഹം ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടായിട്ടാണ് റോൾ ചെയ്യുന്നത്. നിറയെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ആ നിലയ്ക്ക് പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് നവീൻ പറഞ്ഞതുപോലെ മണി ഹേസ്റ്റിനെ കുറിച്ചും ഇറ്റാലിയൻ ജോബിനെ കുറിച്ചും ഹീറ്റിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കും. ഹേസ്റ്റിൽ എന്ന് പറയും നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ ഡോഗ് ഡേ ആഫ്റ്റർനൂൺ എന്നൊക്കെ ഇവിടെ സംസാരിച്ചു. അപ്പൊ അതൊന്നും അല്ല, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ. അപ്പൊ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതായത് അടയാമരങ്ങളും ഗ്രീനറി ഒക്കെ ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള ടെറൈനിൽ കാസർഗോഡിന്റെ പലയിടങ്ങളിൽ ആണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രെയിം എങ്ങനെ വെച്ചാലും അതിന് പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റോറിക്ക് ഈ ത്രില്ലർ സ്വഭാവമാണ്. അതൊരു ശരിക്കും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെയാണ് എനിക്ക് തോന്നിയ സന്തോഷം.